എങ്ങത്തെ പടി നിർത്തി തൂക്കി. നീ ചുമ്മാ ആയിരിക്കല്ലമ്മ, നിന്റെ വട്ടി അല്ലല്ല. ആരുടെ വട്ടിയായാലെന്താ? നിങ്ങൾ പടി നിർത്തി തൂക്കി ചോര നീരാക്കി കൊണ്ടുവരുന്ന കാശല്ലേ? ആ നോക്കോളെ നോക്കോളെ, മതിയാ തൂക്കി. കിഴങ്ങി തൊട്ടുള്ള കളി വേണ്ട, ഇത് കെട്ടിയോന്റെ വകയായിരിക്കും. കെട്ടിയോൻ ചത്തിട്ട് കൊല്ലം എത്രയായി? എങ്ങനെ ചാവാതിരിക്കും? ഈ അലവലാതി പെമ്പറന്നൊരു വന്നാൽ തന്നെ കച്ചവടം നടക്കും. കായെടുക്കി. തലേഞ്ഞോട്ട് കാണിക്കും. ഇതെന്തൊരു മനുഷ്യരെ, ഒരു അരുട്ട് മാറി നിന്നൂടിയോ? പെണ്ണാ പറഞ്ഞോളൂ വരച്ചിന് വാങ്ങിക്കണ്ടേ? എല്ലാരും നോക്കിക്കോളി. നീ ചെല്ലമ്മയ്ക്ക് ഞാൻ പക്ഷാഭേദം കാണിച്ചൊന്നും വേണ്ട, സുസൂക്ഷ്മം നോക്കിക്കോളി. ആ പരാതിയും പറഞ്ഞോണ്ട് നടക്കരുത് കേട്ടാ. കടവത്തിന്ന് കവിഞ്ഞ് ഒഴുകണു. ഇന്ന് കച്ചവടം കേമ ആവും. അയ്യോ, ഒരൊടിപ്പി പൊങ്ങണമില്ലല്ലോ. ചെല്ലമ്മ, ഇത് നീ എടുത്തോ. ഇതെന്തിനാണ്? കായിനും പറ്റുമല്ല, ഇത് നീ എടുത്തോ. ഓ, കായിനല്ലയോ? എന്നെനിക്ക് വേണ്ട. അതൊക്കെ പിന്നീട് ഞാൻ മുതലാക്കിക്കോളാം എന്റെ ചെല്ലമ്മ. ഓ, അത് ശരി, പിന്നീട് മുതലാക്കാനാണല്ലേ? അതങ്ങ് വീട്ടിൽ കൊണ്ട് കൊടുത്തേച്ചാ മതി. ഏത് പൊട്ടിക്കാണ് നിങ്ങളുടെയൊക്കെ ചക്കാത്ത്. ചെല്ലമ്മ, നിന്നെ ഞാൻ എടുത്തോളാം. കേരള അടുത്ത് കളിക്കാൻ പറ്റും വേണ്ട. എന്റെ ഭഗവതി, നീ തന്നെ തൊട. എന്തിനു വേണം? ഇവിടെ എല്ലാവർക്കും ഓരോ ദോശ. അയ്യോ, എനിക്ക് വേണ്ട, എന്റെ കാശില്ല. എനിക്കും വേണ്ട അല്ലമ്മ. ഞാൻ രാവിലെ കുറച്ച് പഴങ്ങഞ്ഞി മറിച്ചിരി കൂടെ കലക്കി പോകും. ഓ, കാശൊക്കെ ഞാൻ കൊടുക്കാം. ആ ഓണറേ, ദോശ വരട്ടെ. ചേഞ്ചിന്റെ 100 രൂപയ്ക്ക്. ആകപ്പാട് 1.5 പക്കാരിയുടെ കച്ചവടമാണ് എനിക്ക്. ചേഞ്ച് വാങ്ങാൻ കണ്ടൊരു സ്ഥലം. ചെല്ലമ്മയുടെ കയ്യിൽ ഒരുപക്ഷെ കാണുമായിരിക്കും. ആ കണ്ട് കണ്ട്, ഇദ്ദേഹത്തിന്റെ കയ്യിൽ 100 ഉലുവായിരിക്കുന്ന കാര്യം. ഇത് എവിടെ നിന്ന് കുത്തിത്തിറന്ന് എടുത്തത് കൊച്ചങ്ങത്തെ? എല്ലാരും കണ്ടല്ല. ഇനി ഇടിപ്പിത്തിറങ്ങിക്കൊണ്ട് നടക്കി. എന്റെ ഭഗവാനെ, ഇവളെ കൊണ്ട് തോറ്റു. അമ്പലമുക്കിൽ റൗഡി ശല്യം, ഇതൊക്കെ എടുത്ത് വലിയ വെണ്ടയ്ക്ക് കൊടുക്കുന്നവനെ വേണം പറയാൻ. ന്യൂസിനെ പറ്റി ഒരു വിവരമില്ല. കണ്ടോ, ചുമ്മാ കേസാക്കണ്ട, വിട്ടുകളാ, പാവങ്ങൾ പിഴച്ചോട്ടെ. സ്ഥലത്തെ വലിയമ്പലത്തിൽ ഒരു പറ്റം തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ സംഘം ചേർന്നിരുന്ന് വഴിയെ പോകുന്ന സ്ത്രീകളെ കേട്ടോ, ഞാൻ പത്രം നടത്തിക്കൊണ്ടിരുന്ന കാലത്താണെങ്കിൽ തുടങ്ങി. അണ്ണൻ ഏത് കാലത്ത് പത്രം നടത്തിയത്? എടാ തങ്കപ്പ, എന്റെ പത്രത്തിൽ എഴുതിയിട്ടല്ലേടാ നിന്നെ പിരിച്ചയച്ചത്. പത്രത്തിൽ എഴുതി.
ചുമ്മാ നടക്കട്ടെ എന്ന് അധികാരി അങ്ങനത്തെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം അവളുമാര് വാങ്ങിച്ചെടുത്തോളൂ. ചെല്ലമ്മയുടെ നടപ്പാണ്. ആനി എന്നെ ഉദ്രവിക്കുന്നതിരി നോക്ക് ഓന്ത് ചോര കുടിക്കുന്ന പോലെയല്ല വയസ്സുകാലത്തിന് നൂറ്റി വലിച്ച് കുടിക്കുന്നത്. ഇങ്ങോട്ട് വരി. ചിരി സഹിക്കണില്ലല്ലേ? അയ്യോ മേശരി, ഞങ്ങൾ അതിനൊന്നുമല്ല. ഏതിനൊന്നുമല്ല. സത്യമായിട്ട് മേശരി ഞങ്ങളെ ചിരിച്ച് ആണേം സത്യം ഒന്നും ഇടണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനകത്ത് ഇരുന്നുകൊണ്ട് വഴിയെ പോകുന്ന പെമ്പിള്ളേരെ നോക്കി അതും ഇതും പറയാനോ. എണീച്ച് പോടാ അവിടുന്ന്. അലുകൊണ്ട് സഹിക്കാൻ വയ്യാൻ ഇച്ചിരി ഉമ്മത്തിന്റെ പൂ ഉണ്ടെന്ന് അരിഞ്ഞ് വലിക്കുമ്പോ മൂക്കിൽ കൂടെ പുക വിടാമോ, കണ്ണിൽ കൂടെ പുക വിടാമോ? എണീച്ച് പോടാ അവിടുന്ന്. എടാ കൊച്ചിരാമ, തിണ്ണിയിൽ കൊണ്ടിട്ട് കിടന്നോ. ഓടാ. എങ്ങനെയുണ്ട് വല്യേക്ക? വലിവിന് കുറവുണ്ടോ? ഒരു കുറവും. വെള്ളപ്പൊക്കമാണ്. കുഞ്ചവരമ്പ് മുറിഞ്ഞെന്ന് തോന്നുന്നു. അയ്യോ, ചതിച്ച. എല്ലാം തൊലഞ്ഞ് ഉള്ള കുഞ്ച അത്രയും നശിച്ചു.